സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ ചന്ദ്രമതി രേവതി ഫുഡൊന്നും കുക്ക് ചെയ്തിട്ടില്ല എന്നറിയുന്ന രേവതി ദേഷ്യപ്പെട്ടാണ് രേവതിയുടെ അടുത്ത് ചെല്ലുന്നത്. ചന്ദ്രമതി നീ എന്തെടുത്തുകൊണ്ടിരിക്കുവാടി, നീ എന്തിനാടി ഇവിടെ കയറി കിടന്ന് ഉറങ്ങുന്നതെന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് അവളുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ തന്നെ അവൾ വേഗം കണ്ണൊക്കെ തുറന്നു. നമ്മൾ മര്യാദയ്ക്ക് ഇറങ്ങുന്ന താഴെ ഒന്ന് കുക്ക് ചെയ്ത്, നിനക്ക് എന്താ ഇത്ര ക്ഷീണം, നീ ഇവിടെ വെറുതെ വീട്ടിലിരിക്കുവല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രേവതിയുടെ അടുത്ത് കുറേ ദേഷ്യപ്പെടുന്നുണ്ട്. രേവതിക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റത്തില്ല. പക്ഷേ രേവതി ഒരു കഷ്ടപ്പെട്ട് ഇങ്ങനെ എന്നിട്ട് ഇത്രയും പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങ് ഇറങ്ങിപ്പോകും കേട്ടോ. എന്നിട്ട് രേവതി കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് അവിടെ ഇവിടെ പിടിച്ചൊക്കെ ഇറങ്ങി പയ്യെ വരുവാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ശ്രുതിക്ക് തോന്നുന്നുണ്ട് ഇവക്കെന്തോ രേവതിക്ക് വയ്യാത്തൊരവസ്ഥയാണ്. കാരണം രേവതിക്ക് അങ്ങനെ പിടിച്ചൊന്നും നടക്കാൻ പോലും പറ്റുന്നില്ല. രേവതി വീഴാതിരിക്കാൻ വേണ്ടി രേവതി ഇങ്ങനെ പിടിച്ചാണ് നടന്നിട്ട് കിച്ചണിലേക്ക് പോകുന്നത്. രേവതിയുടെ നടപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രുതിക്ക് തോന്നി രേവതിക്ക് വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രുതി എന്ന് വെച്ച് പറയുന്നുണ്ട്, അതിൻ്റെ ഒന്ന് ഞാൻ കുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. മോള് കുക്ക് ചെയ്യൊന്നും വേണ്ട, മോൾക്ക് കുക്ക് ചെയ്യാനൊന്നും ചെയ്യണ്ട, എൻ്റെ മോൾക്ക് വലിയ കാശുള്ള വീട്ടിലെ കുട്ടിയല്ലേ, അപ്പോൾ മോൾ അങ്ങനെയൊക്കെ കുക്ക് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ചിട്ട് രേവതി തന്നെ ചെയ്തോട്ടെ, മോളെ ഒന്നും ചെയ്യണ്ട, മോളുടെ നിലയും വിലയും വിട്ട് മോൾ ഒരു പണിയും ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട്. മോളുടെ അച്ഛനെ ഒത്തിരി സ്വത്തൊക്കെ ഉള്ളതല്ലേ, ഇപ്പം അച്ഛനോട് പിണക്കാമെന്ന് പറഞ്ഞാലും ആ സ്വത്തെല്ലാം മോൾക്ക് ഉള്ളതല്ലേ, അതെല്ലാം മോൾക്ക് തരും, മോളെ എങ്ങനെ ജീവിക്കേണ്ടവളാ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയോട് പറയണം. അതുകൊണ്ട് മോള് കിച്ചണിൽ കയറി പണിയെടുക്കൊന്നും വേണ്ട, അതൊക്കെ അവൾ ചെയ്തോളൂ എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്കൊരു കൊള്ളുന്നുണ്ട്. കാരണം ശ്രുതിയോട് ഒത്തിരി പൈസയൊക്കെ ഉള്ള വീട്ടിലെ ശ്രുതി എന്ന് ഓർത്താണല്ലോ ശ്രുതിനെ ഇത്രയും പൊക്കിക്കൊണ്ട് നടക്കുന്നത്. അതിനുശേഷം രേവതിയാണെങ്കിൽ ഇങ്ങനെ കിച്ചണിൽ പോയിട്ട് രേവതി ഇങ്ങനെ വീഴാനൊക്കെ തുടങ്ങുകയാണ്. അത്ര രേവതി കഷ്ടപ്പെട്ട് ഓരോന്നൊക്കെ കുക്ക് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. രേവതിക്ക് കൊണ്ട് തീരെ പറ്റത്തില്ല കുക്ക് ചെയ്യാൻ തന്നെ. എന്നിട്ടും രേവതി ഇങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ ശേഷം രേവതി ഇങ്ങനെ അരി എടുക്കാൻ വേണ്ടി തുടങ്ങുവാണ്. അപ്പോഴാണ് ഓർക്കുന്നത്, ചന്ദ്രമതിയോട് പറഞ്ഞിട്ടായിരിക്കുമല്ലോ ചന്ദ്രമതി വേണമല്ലോ അരി എടുത്തു തരാം. അപ്പോൾ രേവതി ചെല്ലുമ്പോഴത്തേക്കും ചന്ദ്രമതി ശ്രുതിയും കൂടെ ഇങ്ങനെ റൂമിൽ ചിരിച്ച് കളിച്ചൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കണം. അപ്പോൾ പറയാം, എന്താടി നീ ഇവിടെ വന്ന് നോക്കി നിൽക്കണേ നിൽക്കുക, അമ്മ അരി ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞു വെച്ചാൽ നീ പൊക്കോളാൻ പറയുകയാണ്. എന്നിട്ട് അവൾ കിച്ചണിലേക്ക് പോകുക കേട്ടോ. അതിന് ശേഷം പറയും അരിയൊക്കെ എടുത്തു കൊടുക്കുക. പറയും അവളെ അരിപ്പാത്രത്തിൽ അവൾ തൊട്ട് കഴിഞ്ഞാൽ ദാരിദ്ര്യം മാറില്ല, അവളെ കഷ്ടകാലം തന്നെ അല്ലേ തന്നെ കഷ്ടകാലം, അതുകൊണ്ടാണ് ഞാൻ അവളെ കൊണ്ട് അരിപ്പാത്രത്തിലൊന്നും തൊടിയിക്കാത്തതെന്ന് ചന്ദ്രമതി പറയുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത്. അവളെ അരിക്കാലത്തിൽ തൊട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കഷ്ടപ്പാടോ ദാരിദ്ര്യമായിരിക്കും പട്ടിണിയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവളെ കൊണ്ട് ഞാൻ തൊടിയിക്കില്ലാത്തതെന്ന് പറയുക. അതിനുശേഷം ചന്ദ്രമതി ഒന്ന് അരിയൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. ശേഷം തിരിച്ച് ശ്രുതിയുടെ അടുത്ത് വന്നിരുന്ന് ഓരോന്നൊക്കെ പറഞ്ഞ ഒരു ചിരിച്ചോണ്ടൊക്കെ ഇരിക്കും കേട്ടോ. അന്നേരപ്പോൾ അവളൊരു ശ്രുതി പറയും, അമ്മ എന്ത് തമാശയൊക്കെയാണ് പറയുന്നത്, അമ്മ എന്ത് തമാശയൊക്കെയാണ് പറയുന്നത്, ഇതൊക്കെ ഒന്നെടുത്ത് വീഡിയോ പിടിച്ച് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ അമ്മ ഭയങ്കര ഫേമസ് ആകും എന്നൊക്കെ പറയുന്നുണ്ട്. ആണോ മോളെ, ഞാൻ അത്രയ്ക്ക് തമാശയൊക്കെ പറയുന്നുണ്ടോ, എനിക്ക് നല്ല കഴിവൊക്കെ ഉണ്ട് മോളെ, ഇതൊന്നും അല്ലായിരുന്നു, എനിക്ക് ഇതിലും നല്ല കഴിവൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് ചന്ദ്രമതി സ്വയം ഇങ്ങനെ പൊങ്ങുന്നുണ്ട്. ഒപ്പം തന്നെ ശ്രുതി ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. കാരണം ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ശ്രുതിക്ക് അവരെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണമല്ലോ. അതിനുശേഷം കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറയുന്നുണ്ട്, അമ്മ നമുക്ക് ഫുഡ് കഴിച്ചാലോ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. മോൾക്ക് വിശക്കുന്നുണ്ടോ, എന്നാൽ ഞാൻ പോയി ഫുഡൊക്കെ എടുത്തു വയ്ക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവർ താഴത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുകയാണ്. അതിന് മുന്നേ രേവതി കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ചോറൊക്കെ ഉണ്ടാക്കി കറി എല്ലാം ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വിളമ്പി വെച്ചു. അത് രേവതിയെ കൊണ്ട് പറ്റുന്നില്ല. രേവതി വേഗം റൂമിലേക്ക് കയറി വന്ന് കിടക്കുവാണ്. രേവതി വന്ന് കയറി കിടക്കുക. അപ്പോഴത്തേക്ക് ഇവർ ഫുഡ് എടുക്കാൻ വേണ്ടി വന്ന് കിച്ചണിൽ നോക്കുമ്പോൾ രേവതിനെ കാണുന്നില്ല. ചന്ദ്രമതി അലറിക്കൊണ്ടിട്ട് രേവതി നീ എവിടെയാടിയെന്ന് ചോദിച്ചിട്ട് നോക്കുമ്പോൾ വേഗം ഡൈനിങ് ടേബിളിൽ നോക്കാതെ കിച്ചണിൽ ഇല്ലയെന്ന് കണ്ടപ്പോഴത്തേക്ക് റൂമിലേക്ക് വന്ന് കയറി ദേഷ്യപ്പെട്ട് കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട്. നിന്നോട് കുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് നീ ഇവിടെ വന്ന് കിടക്കുവാണോടി, ഞങ്ങൾക്ക് എന്താടി ഫുഡൊന്നും കഴിക്കണ്ടേ, നിനക്ക് എന്നാടി ഇന്ന് കിടപ്പെന്നും ചോദിച്ചിട്ട് കുറേ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയും ഞാൻ ഡൈനിങ് ടേബിൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ചന്ദ്രമതി താഴത്തേക്ക് ഇറങ്ങി വരുവാണ്. അതേസമയം അവർ വന്നിട്ട് ഭക്ഷണം കഴിക്കാനൊക്കെ തുറക്കുക. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, നമുക്ക് ശ്രുതി പറയുന്നു രേവതിനെ കൂടെ വിളിച്ചാലോ എന്ന് പറഞ്ഞു. വേണ്ട അവളെ വിളിക്കൊന്നും വേണ്ട, അവൾ കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒന്നും ശരിയാവില്ല, നമ്മുടെ കൂടെ കഴിക്കാനൊന്നും അവളെ വിളിക്കണ്ട എന്ന് പറയുന്നു. അവരെങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ശ്രുതി വരുന്നത്. അപ്പോൾ ശ്രുതി വരുമ്പോഴത്തേക്കും ചോദിക്കും, എടാ നീ ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ മണമടിച്ച് വന്നോ ഏതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാവരുടെയും കൂടെ കഴിക്കാമല്ലോ എന്നോർത്താ ഞാൻ വന്നേന്നൊക്കെ പറയും. അപ്പോൾ ചന്ദ്രമതി പറയും, അതെനിക്ക് മനസ്സിലായി, എല്ലാവരുടെയും കൂടെ കഴിക്കാനല്ല, നിൻ്റെ ഭാര്യയുടെ കൂടെ കഴിക്കാനല്ലേടാ നീ വന്നതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഇന്നിന് നിനക്ക് പോകണ്ടേ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പം തന്നെ ഞാൻ പോകുമെന്ന് ശ്രുതി പറയുന്നു. എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയും. ഈ അമ്മയുടെ ഒരു കാര്യം, അമ്മ ഞാൻ എല്ലാവരുടെയും കൂടെ കഴിക്കാമല്ലോ എന്നൊക്കെ അങ്ങ് വേണ്ടി വന്നതാന്നൊക്കെ പറഞ്ഞിട്ട്
പറയുന്നു. എന്നിട്ട് പറയുന്ന എന്താ മോളെ മുട്ട ഓംപ്ലേറ്റ് കഴിക്കാതെ മോളെ മുട്ട ഓംപ്ലേറ്റ് എടുത്ത് കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ ഭയങ്കര കോരി കൊടുത്ത് കഴിപ്പിക്കുവാണ് ചന്ദ്രമതി. അപ്പോൾ പറയും എനിക്ക് വേണ്ടമ്മേ മുട്ട ഓംപ്ലേറ്റ് വേണ്ട, ശ്രുതി കഴിച്ചോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നു ഈ പരിപ്പ് കറി നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് ഇത് കഴിച്ചു നോക്കാൻ പറഞ്ഞിട്ട് പരിപ്പ് കറിയൊക്കെ എടുത്തിട്ട് ശ്രുതിയുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കണ്ട അവൻ ഭാര്യയ്ക്ക് വിളമ്പി കൊടുക്കുന്നതെന്ന് പറയും. എൻ്റെ അമ്മ ഒന്നുമില്ല, അതൊന്നും അല്ല, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം രേവതിനെയാണ് കാണിക്കുന്നത്. രേവതിക്ക് തീരെ പറ്റത്തില്ല. രേവതിനെ അങ്ങോട്ട് വയ്യാത്തൊരവസ്ഥയായി. രേവതിക്ക് കുറച്ച് വെള്ളം കുടിക്കണമെന്നുണ്ട്. പക്ഷേ രേവതിക്ക് അതേസമയം വെള്ളം വന്ന് താഴെ വന്ന് എടുത്ത് കുടിക്കാൻ പറ്റത്തില്ല. ആ മഗ്ഗിൽ കുറച്ച് വാട്ടർ ഉണ്ട്, അതെടുത്ത് അങ്ങ് കുടിക്കുകയാണ്. പക്ഷേ പിന്നെ വെള്ളം വേണമെന്നുണ്ട്, പക്ഷെ അവൾക്ക് കുടിക്കാൻ പോലും പറ്റത്തില്ല. അതവിടെ കട്ടിലേക്ക് കിടക്കുവാണ്. അതേസമയമാണ് സച്ചി വരുന്നത്. സച്ചി എന്നിട്ട് രേവതി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ രേവതി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം രേവതിനെ കാണുന്നില്ല. അപ്പോൾ രേവതി എന്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി എന്തിയാ ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് ഇവരെ കളിയാക്കിയിട്ട് ഇവള് എന്നാ ചന്ദ്രമതി സംസാരിക്കുന്നുണ്ട്. ഈ സച്ചിനെ കളിയാക്കി സംസാരിക്കുകയാണ്. രേവതിനെ കണ്ടില്ല എന്നൊക്കെ ചോദിച്ച് അത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി ചിരിക്കുകയാണ്. ശ്രുതി ഭയങ്കര ചിരിയാട്ടോ. ചന്ദ്രമതിയുടെ തമാശയൊക്കെ ഇത് ഇത്ര ചിരിക്കാനുള്ള തമാശയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് പോകും. തലക്കിട്ടൊരു തട്ട് വെച്ച് കൊടുക്കും സച്ചി ശ്രുതിയുടെ. എന്നിട്ട് സച്ചി അങ്ങ് കയറിപ്പോവാണ്. അതേസമയം അപ്പോൾ ചോദിക്കും എന്തിനാ എപ്പോഴും ഇങ്ങനെ ഈ ശ്രുതിയോട് ഇങ്ങനെ ഈ സച്ചി ചെയ്യുന്നതെന്നൊക്കെ ശ്രുതി ചോദിക്കുകയാണ്. എന്തിനാ ഇപ്പം എന്തേ തല്ലിയിട്ട് പോയെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ വിവരമില്ലാത്ത കൂട്ടങ്ങളല്ലേ, അവരങ്ങനെ പലതും കാണിക്കും. മോളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, നമ്മൾ അവരുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ട, വിവരമില്ലാത്തങ്ങൾ അങ്ങനെ കാണിക്കും, അങ്ങനെ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ശ്രുതിയോട് പറയുകയാണ്. സച്ചി വേഗം റൂമിലേക്ക് കയറിപ്പോവാണ്. അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഇവൾ ഭയങ്കരമായിട്ട് അവിടെ കിടക്കുക. തീരെ പറ്റത്തില്ല, അവൾ കേൾക്കാൻ പോലും പറ്റത്തില്ല. എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നൊന്നുമില്ല. എന്താണെന്നൊന്നും ചോദിച്ചിട്ട് പറയുന്നൊന്നുമില്ല. എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. വെള്ളം പോലും കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോഴത്തേക്കും ഇവളിപ്പോൾ അവിടെ കിച്ചണിൽ പണിയെടുത്ത കാര്യമൊന്നും ഇങ്ങനെ ചെയ്യിപ്പിച്ച കാര്യമൊന്നും അങ്ങനെ ചെയ്യാൻ പറഞ്ഞ കാര്യമൊന്നും അവൾ പറയുന്നില്ല. അവൾ അങ്ങനെ കിടക്കുവാണ് തീരെ വയ്യാതെ. അപ്പം തന്നെ നിനക്ക് വയ്യ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറയണം. അപ്പോഴത്തേക്കും പറയും നീ ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് ഒരാൾ നിന്നെ തിരിഞ്ഞു നോക്കിയില്ലല്ലോ, നിനക്ക് വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി ദേഷ്യപ്പെട്ട് താഴെ ചെന്നിട്ട് അവരുടെ എല്ലാം എടുത്ത് ദേഷ്യപ്പെടുവാണ്. അപ്പോഴത്തേക്ക് ശ്രുതി പറയുന്നത് ഭാര്യയ്ക്ക് വയ്യെങ്കിലേ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയോ ചെയ്യേണ്ട, അല്ല ഞങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെടുകയല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു കുറച്ച് വെള്ളം പോലും അവൾക്ക് ഒന്ന് കൊണ്ടു കൊടുക്കുന്നില്ല, നിങ്ങൾ അവളൊന്ന് നോക്കിയിട്ട് പോലും ഇല്ല, അവളെ വയ്യാതെ ആ റൂമിൽ കിടക്കുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി ഇങ്ങനെ ഇവർക്ക് വേണ്ടി ഇവരോട് ദേഷ്യപ്പെടുന്ന കേൾക്കുമ്പോൾ രേവതിക്ക് ഒരു സന്തോഷം തോന്നുന്നുണ്ട്. കാരണം അവരെ വഴക്ക് പറഞ്ഞതിന് സന്തോഷമല്ല, അവൾക്ക് വേണ്ടി സച്ചി ഒന്ന് സംസാരിച്ചല്ലോ, അവൾക്ക് വേണ്ടി അവളെ കരുതുന്നുണ്ടല്ലോ എന്നോർത്തപ്പോൾ രേവതിക്കൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. രേവതി അങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് കാണിക്കുന്നത്. വളരെ സ്ലോ ആയിട്ടാണ് കഥ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ എന്താണേലും അവൾക്ക് വെള്ളം കൊണ്ട് കൊടുക്കുകയും അവൾക്ക് ഭക്ഷണം വാരി കൊടുക്കുകയും അവളെ ഭയങ്കരമായിട്ട് സച്ചി കെയർ ചെയ്യുന്ന കാണാം. സച്ചിയുടെ രേവതിയുടെ ശാന്തി മുഹൂർത്തമൊക്കെ ഉണ്ട് അപ്പം ഈ വരുന്ന എപ്പിസോഡിൽ. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ ഡീറ്റെയിൽ കഥയുമായിട്ട് നമുക്ക് എന്നും കാണാം. ഓക്കേ.